വെൽക്കം ടു സഹായ വിത്ത് അനദർ ഓപ്പർച്യൂണിറ്റി നൽകുന്നത് BRIC നാഷണൽ അഗ്രി ഫുഡ് ആൻഡ് ബയോ മാനുഫാക്ചറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് ഒരുപാട് പ്രോജക്ട്സിലോട്ടുള്ള ഡിഫറെൻറ്റ് റിക്രൂട്ട്മെന്റ് ന്യൂസസ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അതും വാക്ക് ഇൻ ഇൻ്റർവ്യൂ ആണ്. പഞ്ചാബിലോട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് ഫുൾ നടക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് പ്രോജക്ട്സ് ഉണ്ട്. അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറി ഓഫ് റിസർച്ച് അസോസിയേറ്റ്, റിസർച്ച് അസിസ്റ്റന്റ്, അതുപോലെ ഫീൽഡ് ഓഫീസർ, അതുപോലുള്ള ഫീൽഡ് സർവേ അസിസ്റ്റന്റ്, അതുപോലുള്ള തസ്തികയിലോട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ് നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻസിലൂടെ പാസ് ചെയ്യാനുള്ളത്. സോ ഈ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു നോട്ടിഫിക്കേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നൊരു ലിങ്ക് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ അതിൽ നോക്കുകയാണെങ്കിൽ വാക്ക് ഇൻ ഓൺലൈൻ ഇൻ്റർവ്യൂ ഫോർ ദ position of research associate to project associate 1, research associate 1 and senior research fellow field assistant JRF position ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോജക്ട്സിലോട്ടുള്ള അപ്ലിക്കേഷൻ ആണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 30th June ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഫോർമാറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. സോ ഞാൻ ഈ ഒരു നോട്ടിഫിക്കേഷനാണ് കാണിക്കാൻ പോകുന്നത്. സോ ഓൾറെഡി ഞാൻ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷിലോട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ഇവർ റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടലിൻ്റെ ഒരു വേക്കൻസി കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി എല്ലാ പൊസിഷൻ്റെയും വേക്കൻസി കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വാക്ക് ഇൻ ഓൺലൈൻ ഇൻ്റർവ്യൂ ഫോർ ദ പൊസിഷൻ ഓഫ് റിസർച്ച് അസോസിയേറ്റ് ഒരു പൊസിഷനാണ്. പ്രോജക്റ്റ് അസോസിയേറ്റ് 3 പൊസിഷൻ വേക്കൻസി ഉണ്ട്. ദെൻ റിസർച്ച് അസോസിയേറ്റ് നോക്കുകയാണെങ്കിൽ 4 വേക്കൻസി. ദെൻ സീനിയർ റിസർച്ച് ഫെല്ലോ നോക്കുകയാണെങ്കിൽ 1 വേക്കൻസി. ഫീൽഡ് അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ 1. ദെൻ ജൂനിയർ റിസർച്ച് ഫെല്ലോ ആണെങ്കിൽ 1. ഒരു JRF മാത്രമാണ് നെറ്റ് അല്ലെങ്കിൽ UGC CSIR നെറ്റ് പോലുള്ള അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫെലോഷിപ്പും അതുപോലെ നെറ്റ് നോൺ നെറ്റ് കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു 24-25K വരുന്ന ഒരു എമൗണ്ട് ഓഫ് സാലറി ഉള്ളത്. സോ ബാക്കി എല്ലാത്തിനും നല്ലൊരു എമൗണ്ട് ഓഫ് അറൗണ്ട് 50 to 30 റേഞ്ചിലൊക്കെ വരുന്ന ഒരു എമൗണ്ട്, തൗസൻഡ്സ് ഓഫ് എമൗണ്ട് ഒക്കെയാണ് വരുന്നത്. സോ നാഷണൽ അഗ്രികൾച്ചറൽ ഫുഡ് ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് NABI ഇസ് എൻ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അണ്ടർ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഫുഡ് ആൻഡ് ന്യൂട്രീഷനൊക്കെ അല്ലെങ്കിൽ ബയോകെമിസ്ട്രി, ബയോടെക്നോളജി, മൈക്രോബയോളജി ഫീൽഡിലൊക്കെയുള്ള സ്റ്റുഡൻസ് ഒക്കെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇത് വാല്യൂബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതുപോലുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് പരിചയത്തിലുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഈ ഒരു ഇൻഫർമേഷൻ അവർക്ക് പാസ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. സോ ഫസ്റ്റ് പ്രോജക്റ്റ് നോക്കുകയാണെങ്കിൽ ഡെവലപ്പിംഗ് എബയോട്ടിക് സ്ട്രെസ് ടോളറൻറ്റ് ഹൈ yielding സ്റ്റഡി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. ദെൻ റൈസ് ഇൻ ദ മെഗാ വെറൈറ്റി സ്വർണ ത്രൂ ജീനോം എഡിറ്റിംഗ്. സോ അതിൻ്റെ കോഡും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അതിൽ ആ ഒരു പ്രൊഫസർ ഏതാണ്, അതുപോലെ ഡ്യൂറേഷൻ, എലിജിബിൾ ക്വാളിറ്റി, ഡിസൈർ ആയിട്ടുള്ള എക്സ്പീരിയൻസ്, എമൗണ്ട് ഓഫ് എത്ര എമൗണ്ട് ആണ് സാലറി, ദെൻ ഏജ് ലിമിറ്റ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, അങ്ങനെ എല്ലാ ഇൻഫർമേഷനും ഇതിൽ തന്നിട്ടുണ്ട്. സോ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. സോ വീഡിയോ ലോങ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു ഫസ്റ്റ് പ്രോജക്റ്റിൽ പൊസിഷൻ നോക്കുകയാണെങ്കിൽ റിസർച്ച് അസോസിയേറ്റ് ആണ്. സോ അതിലൊരു 3 years ആണ് ഈ ഒരു ഡ്യൂറേഷൻ ഓഫ് ദ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. PhD കംപ്ലീറ്റ് ചെയ്ത കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു പബ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ലൈഫ് സയൻസ് ആസ് വെൽ ആസ് ബയോടെക്നോളജി ഫീൽഡിലുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആസ് വെൽ ആസ് നിങ്ങൾക്കൊരു പേപ്പർ കൂടെ വേണം, അതായത് പബ്ലിഷിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡിസൈർ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ജീനോം എഡിറ്റിംഗ്, പ്ലാൻ മോളിക്കുലർ ബയോളജി ഒക്കെ അറിയുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എമൗണ്ട് എന്ന് പറയുന്നത് 61,000 rupees per month പ്ലസ് HRA നൽകുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. സോ ഏജ് ലിമിറ്റും കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം തന്നിട്ടുണ്ട്. സെയിം പ്രോജക്റ്റിൽ തന്നെ പ്രോജക്ട് അസോസിയേറ്റ് 1 വേക്കൻസി ആണുള്ളത്. സോ മാസ്റ്റേഴ്സ് സ്റ്റുഡൻസ് ആണ്. ബോട്ടണി, ബയോടെക്നോളജി, ബയോകെമിസ്ട്രി, അഗ്രികൾച്ചർ, പ്ലാന്റ് മോളിക്കുലർ ബയോളജി, അതുപോലുള്ള സയൻസ്, ലൈഫ് സയൻസ് സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ ഇവിടെ തന്നിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 31,000 ആണ് ഇവർക്ക് എമൗണ്ട് വരുന്നത്. അതുപോലെ അലോങ് വിത്ത് പ്ലസ് HRA എന്ന് പറയുന്നുണ്ട്. ദെൻ 35 years ഓഫ് ഏജ്, ഇൻ്റർവ്യൂ ഡേറ്റിൽ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ വേണ്ട കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളെല്ലാം ഈ നോട്ടിഫിക്കേഷനിൽ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ദെൻ റിസർച്ച് അസോസിയേറ്റ് ആണ് പോസ്റ്റ് വരുന്നത്. ദെൻ 3 ഉള്ള ഈ ഒരു പ്രോജക്റ്റിൽ തന്നെയാണ് ഈ ഒരു എല്ലാ വേക്കൻസി വരുന്നത്. PhD ഇൻ ലൈഫ് സയൻസ് ഉള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ GCMS അതുപോലുള്ള ടെക്നിക്സ് ഒക്കെ അറിയുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. 58,000 rupees per month ആണ് ഈ ഒരു സാലറി വരുന്നത്. പ്ലസ് HRA, എല്ലാം HRA സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് അതർ ദൻ JRF. ദെൻ സെയിം പ്രോജക്റ്റിൽ തന്നെ സീനിയർ റിസർച്ച് ഫെല്ലോ 1 പൊസിഷൻ ഉണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ലൈഫ് സയൻസ് ബയോടെക്നോളജി സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ 2 years ഓഫ് എക്സ്പീരിയൻസ് മാത്രം അവിടെ ഒന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഡിസൈറബിൾ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ HPLC, LCMS പോലുള്ള RNA സീക്വൻസ് ഡാറ്റ അനാലിസിസ് പോലുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എമൗണ്ട് വന്നിട്ട് 42,000 per month പ്ലസ് HRA ആണ് അതിൽ വരുന്നത്. Then genetic dissections of the rancidity and goitrogenic C glycosyl flavino biosynthesis gene to
എൻഹാൻസ് ദ ഷെൽഫ് ലൈഫ് ആൻഡ് ന്യൂട്രീഷൻ ക്വാളിറ്റി ഓഫ് ദ പേൾ മില്ലറ്റ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രോജക്റ്റ് ഉണ്ട്. സോ അതിലോട്ടുള്ള ഫീൽഡ് അസിസ്റ്റന്റ് പോസ്റ്റാണ്. BSc ഡിഗ്രി ഒക്കെ ഉള്ള ആൾക്കാർ, ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ടെക്നോളജി ഒക്കെ ഉള്ള സ്റ്റുഡൻസ് ആണ്, ലൈഫ് സയൻസ് BSc ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ പ്രോജക്റ്റിന്റെ ടെന്യൂർ എന്ന് പറയുന്നത് 3 years ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 20,000 പെർ മന്ത് പ്ലസ് HRI ആണ് ഇവിടെ നൽകുന്നത്. സോ വേറൊരു പ്രോജക്റ്റ് ഉണ്ട്. ദെൻ അതിൽ ഓൺ ഫെലോഷിപ്പ് ആയിട്ട് വരുന്നത് എക്സ്പ്ലോറിംഗ് വൈൽഡ് റൈസ് ഫൈലോസ്ഫിയർ ആൻഡ് സീഡ് മൈക്രോബയോം ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ആണ്. സോ അതിൻ്റെ ഒരു JRF പൊസിഷൻ ആണ്. ഒരു വേക്കൻസി ഉള്ളതിൽ MSc MTech സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ, ലൈഫ് സയൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അതിൽ ഏജ് റിലാക്സേഷൻ എന്തെങ്കിലുമൊക്കെ വേണ്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ സോ അതിനനുസരിച്ചിട്ടുള്ള ഡോക്യുമെന്റും കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ റിസർച്ച് എക്സ്പീരിയൻസ് ഇൻ മോളിക്കുലർ ബയോളജി, മൈക്രോബയോളജി, NGS ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പ്രോജക്റ്റ് നോക്കുകയാണെങ്കിൽ മൈക്രോബിയൽ സൊല്യൂഷൻസ് ഫോർ പഞ്ചാബ്സ് ഫെർട്ടിലൈസർ ക്രൈസിസ് എൻഹാൻസിങ് സോയിൽ എക്കോളജി ആൻഡ് ക്രോപ്പ് ഈൽഡ് എന്നുള്ള ഒരു പ്രോജക്റ്റ് ആണ്. സോ അതിൽ പ്രോജക്റ്റ് അസോസിയേറ്റ് ആണ്, ഒരു പൊസിഷനാണ് വേക്കൻസി ആയിട്ട് വരുന്നത്. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ലൈഫ് സയൻസ്, ബയോകെമിസ്ട്രി അതുപോലുള്ള അഗ്രികൾച്ചർ, പ്ലാന്റ് സയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ബയോടെക്നോളജി, ബോട്ടണി സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ് ഇൻ മൈക്രോബയോളജി ആണ് അവർ മെയിനായിട്ട് പറയുന്നത്, എസ്പെഷ്യലി പ്ലാന്റ് ഫിസിയോളജി. ദെൻ 31,000 rupees ആണ് ഇവിടെ നിങ്ങൾക്ക് സാലറി ആയിട്ട് വരുന്നത്. ദെൻ 35 years ഒക്കെയാണ് ഏജ് റിലാക്സേഷൻ പറയുന്നത്. ദെൻ എക്കോളജി ആൻഡ് ക്രോപ്പ് ഫീൽഡ് നോക്കുകയാണെങ്കിൽ സെയിം പ്രോജക്റ്റ് തന്നെയാണ്. അതിൽ റിസർച്ച് അസോസിയേറ്റും വേക്കൻസി ഉണ്ട്. MTech MSc ദെൻ PhD ബയോഇൻഫോർമാറ്റിക്സ്, അതുപോലെ ബയോഇൻഫോർമാറ്റിക്, അതുപോലെ കമ്പ്യൂട്ടേഷണൽ ബയോളജി, ജീനോമിക്സ്, ബയോടെക്നോളജി ഈ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റഡീസ് ഒക്കെ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ MSc MTech ആണെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ പബ്ലിക്കേഷൻ്റെ ആ ഒരു റിസർച്ച് പേപ്പർ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസ്റ്റും അതിനനുസരിച്ചുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദെൻ 58,000 rupees ആണ് ഇവിടെ വരുന്ന സാലറി. ദെൻ ഐഡന്റിഫിക്കേഷൻ ക്യാരക്ടറൈസേഷൻ ഓഫ് സ്ട്രെസ് ആൻഡ് ന്യൂട്രീഷണൽ അസോസിയേറ്റഡ് ജീൻസ് ഓഫ് ബനാന നോക്കണമെങ്കിൽ നാബി കോർ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ആണ്. അതിൽ റിസർച്ച് അസോസിയേറ്റിൻ്റെ ഒരു വേക്കൻസിയാണ്. PhD MD MS MDS ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് ഡിഗ്രി 3 year ഡിഗ്രി ഒക്കെ ഉള്ള ആൾക്കാരാണ്. വിത്ത് എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൻ്റെ 58,000 പെർ മന്ത് ആണ് വരുന്നത്. സോ അതിൽ ഡിസൈറബിൾ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ അതൊക്കെ ഒന്ന് നോക്കുക. നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ചൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണിത്. അതുപോലെ പ്രോസസ് ഒപ്റ്റിമൈസേഷൻ ആൻഡ് അപ്സ്കെയിലിംഗ് പ്രൊഡക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ഹിമാലയൻ മൈക്രോബ്സ് ഫോർ ബയോമാസ് അൽഗരിതം ആൻഡ് ഡീപോളിമറൈസേഷൻ അതുപോലൊരു പ്രോജക്റ്റ് ഉണ്ട്. സോ അതിൻ്റെ പ്രോജക്റ്റ് അസോസിയേറ്റ് ആണ്. മാസ്റ്റർ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ. സോ അതിനാണ് JRF പൊസിഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വേറൊരു പ്രോജക്റ്റ് കൂടെ ഉണ്ട്, നാബി ആൻഡ് CIABയുടെ കോർ വരുന്ന ഒരു പ്രോജക്റ്റ് ആണ്. സോ അതിൽ കെമിസ്ട്രി PhD വരുന്ന ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. റിസർച്ച് അസോസിയേറ്റ് 1 ആണ് വരുന്നത്. അതിൽ 58,000 പെർ മന്ത് ആണ് സാലറി വരുന്നത്. സോ ഇത് പഞ്ചാബിലോട്ടുള്ള പഞ്ചാബിലോട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ്. നാഷണൽ അഗ്രി ഫുഡ് ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റഡ് അറ്റ് നോളജ് സിറ്റി സെക്ടർ 81 മൊഹല്ലി പഞ്ചാബിലുള്ള അഡ്രസ് ആണ്. സോ അവിടെ ഇന്റർവ്യൂ നടക്കുന്നത് ഡേറ്റും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. സോ 30th June ആണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ മാക്സിമം പേര് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫോം കിട്ടാൻ വേണ്ടി ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താലും മതി, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താലും മതി. സോ അതിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. സോ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഫില്ല് ചെയ്യുക. അതുപോലെ ഡോക്യുമെന്റ്സ്, വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സും പബ്ലിക്കേഷൻ ട്രാൻസ്ക്രിപ്റ്റ് കാര്യങ്ങളെല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ശ്രമിക്കാം. സോ ഇതുപോലുള്ള ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അവർക്കും കൂടെ നിങ്ങൾ ഇത് പാസ് ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.